ഇപ്പോൾ ആ പ്രദേശവാസികൾ പ്രതികരിക്കുകയാണ്. നമ്മൾ അതിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ കാളക്കാർ അവരെ ഒരാളെ രക്ഷപ്പെടുത്തിയത് ഉത്സവമാണ്, വരുമോത്സവമാണ്. ഒരാൾ രക്ഷപ്പെട്ടു, ഡ്രൈവർ രക്ഷപ്പെട്ടു, ഡ്രൈവർ നടക്കാൻ ഹോസ്പിറ്റലുണ്ട്. വണ്ടി രക്ഷപ്പെടുത്തിയാണ് രക്ഷപ്പെടുത്തിയത്. പിന്നെ നമ്മൾ BW ഓഫീസർ ഇവിടെ കൊക്കയാണിത്. ഓഫീസർ കാണിച്ചു കൊടുത്തത് ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ട് അവർ മെയിൻ ചെയ്തിട്ടില്ല ഓഫീസർമാർ. ഇരുമ്പിൻ്റെ ഇത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മുമ്പ്. അവർ ഇത് ചെയ്തിട്ടില്ല. അവർ മുമ്പ് വേണ്ട അവിടെ വണ്ടി പോയിട്ടുണ്ട്. മുമ്പ് ഞാൻ പോലെ അന്നൊരാൾ മരിച്ചിട്ടുണ്ട്. മുന്നേ വന്നിട്ട് ഓട്ടോ വന്നിട്ട് മൂന്നാം മരിച്ചിട്ടുണ്ട്. കൈവിട്ടിട്ടില്ല. ഈ കോറിയിൽ തന്നെയാണോ മരിച്ചത്? അല്ല, ഇവിടെ പുറത്ത് ഇവിടെ കൊക്കയാണ്. ഇവിടെ നോക്കിയുണ്ട്. ഓഫീസർ അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഇടക്കിടക്ക് ഓഫീസർമാർ വന്ന് കാണിച്ചു കൊടുത്ത് അവർ മെയിൻ ചെയ്തില്ല. ഇവിടെ BW ഓഫീസർമാർ 2 മണിക്കൂറായി കിടക്കും. 1 മണിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞു. 1 മണിക്ക് ഇപ്പോൾ ജുമായുടെ സമയത്തിന് ആരും ഇവിടെ കുറച്ച് ആളുകൾ കൂടി അവരൊക്കെ എടുത്തുകൊണ്ടേയത്. ഇവിടെ ക്രെയിൻ വന്നിട്ടാണ് രക്ഷപ്പെടുത്തുന്നത്. ബോഡി അടി കിടക്കുന്നുണ്ട്. ക്രെയിൻ കിട്ടിയാലേ വണ്ടി പൊന്തിക്കാൻ പറ്റുള്ളൂ. ആളിനുള്ളിൽ കിടക്കുകയാണ്. എന്താ ചെയ്യുക? ദൈവം കാക്കട്ടെ. ഫയർഫോഴ്സ് ഓഫീസർ ശ്രീ ബിബിൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബിബിൻ, എത്രത്തോളം ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ബിബിൻ, ഇവിടെ ഇപ്പോൾ വണ്ടിന്റെ അടിയിലാണ് ആള് കുടുങ്ങി കിടക്കുന്നത്. ആ വണ്ടി പൊക്കണം. ക്രെയിൻ വന്നിട്ട് ആ പൊക്കിയാലേ ഉള്ളൂ ആൾ എടുക്കാൻ പറ്റുള്ളൂ. ആളെവിടെയാണ് കുടുങ്ങി കിടക്കുന്നത് എന്ന് സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? കണ്ടു, ബോഡി കണ്ടിട്ടുണ്ട്. അത് ഇനി ആ ക്രെയിൻ വന്ന് പൊക്കിയാലേ ഉള്ളൂ അത് ആളെ കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് വലിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല. ലോറിക്കുള്ളിലാണോ ഇദ്ദേഹം കുടുങ്ങി കിടക്കുന്നത്? വണ്ടിന്റെ ഉള്ളിൽ തന്നെ, വണ്ടിന്റെ ഉള്ളിൽ ക്യാബിന്റെ അടിയിൽ കിടക്കുകയാണ്. നല്ല ഭാരമുള്ള ലോറിയാണ്. മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ട് ആ കുളത്തിൽ. അതുകൊണ്ട് തന്നെ ക്രെയിൻ എത്തിയാൽ മാത്രമേ ഇദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ അല്ലേ? അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നം നേരിടുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം. മുബഷീർ നമുക്കിപ്പം വീണ്ടും ചേരുകയാണ്. മുബഷീർ, വളരെ ഗൗരവതരമായ ചില കാര്യങ്ങൾ കൂടി അവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊരു അപകട മേഖലയാണ്. ഇതിനു മുമ്പും ഇവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കൈവരി സ്ഥാപിക്കണമെന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് ആവശ്യപ്പെട്ടിട്ട് പോലും അവർ മൈൻഡ് ചെയ്തില്ല, വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. തീർച്ചയായും ആര്യ, നേരത്തെ തന്നെ നാട്ടുകാരുടെ ഒരു പരാതിയുണ്ട്. ആ ഒരു മേഖല അപകട മേഖലയാണ്. സാധാരണഗതിയിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ തന്നെ അപകടങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കൈവരി നിർമ്മിക്കണം, അല്ലെങ്കിൽ ചുറ്റുമതിലുകൾ നിർമ്മിക്കണമെന്നൊരു ആവശ്യം നാട്ടുകാർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ജനപ്രതിനിധികൾ അക്കാര്യത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചതായിരുന്നു. പക്ഷേ ഒരു തരത്തിലും അക്കാര്യത്തിൽ അധികൃതർ പരിഗണിച്ചില്ല, അത് ഗൗരവത്തോടെ എടുത്തില്ല. അതാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണം എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്ര വലിയൊരു ലോറി എന്ന് പറയുന്നത് അത്രത്തോളം വലിയൊരു ഒരാൾ ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാളിപ്പോൾ വെള്ളത്തിനടിയിലും വണ്ടിയും മറ്റേ ഒരാൾ രണ്ടും കൂടി വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇതിൻ്റെ മുന്നേ ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇപ്പോൾ BW അവരൊക്കെ അറിയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. പക്ഷേ അതിനുള്ള ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ ഭരണസമിതി ഇപ്പോൾ തന്നെ ഈ അപകടം അറിഞ്ഞേക്കന്നെ ഇങ്ങനെയുള്ള അപകട പ്രദേശങ്ങളിലൊക്കെ ഒരു നെയിം ബോർഡ് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. ഉണ്ട്. അതാണിപ്പോൾ വലിയൊരു പ്രശ്നം. ഇപ്പോൾ KNRCൻ്റെ വലിയ ക്രെയിനാണ് വരുന്നത്. ഇതിന്ന് പൊക്കണമെങ്കിൽ ഏകദേശം ഒരു 65 അടിയോളം ഡിസ്റ്റൻസ് ഉണ്ട്, താഴ്ച ഉണ്ട്. അപ്പോൾ പിന്നെ KNRCൻ്റെ വലിയ ക്രെയിൻ വന്നിട്ട് വേണം ഈ വണ്ടിയും പിന്നെ പൊക്കാൻ വേണ്ടി. പറയാൻ പറ്റില്ല, ദൈവത്തിനറിയാം. രക്ഷപ്പെടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. മുബഷീർ, പ്രതികരണം കേൾക്കുകയായിരുന്നു. ഈ ക്രെയിൻ എത്താൻ സമയമെടുക്കുമോ? ഒരു ജീവനാണ് അകത്ത് കിടക്കുന്നത്. സ്വാഭാവികമായിട്ടും സമയമെടുക്കും. ക്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. മനുഷ്യരെ കൊണ്ട് സാധിക്കാത്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ക്രെയിനിന്റെ സഹായം ഇനി തേടേണ്ടി വരുന്നത്. അത് ഒരുപക്ഷെ മറ്റു മേഖലകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടി വരുമെന്നുള്ളതാണ്. സമീപ പ്രദേശത്തൊന്നുമല്ല ക്രെയിനുള്ളത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു സമയമെടുക്കും. അതിനു മുൻപ് തന്നെ ഈ ലോറിയിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം
അതിനുവേണ്ടിയുള്ള ഊർജിതമായ ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഊർജിതമായ ശ്രമം തന്നെ അടിവരയിട്ട് പറയേണ്ടി വരും. കാരണം ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ടുള്ള രക്ഷാപ്രവർത്തനം അവിടെ ആരംഭിച്ചതാണ്. അങ്ങനെയാണ് ഡ്രൈവറായിട്ടുള്ള ജാഫറിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നത്. നിർഭാഗ്യവശാൽ വാഹനത്തിലുണ്ടായിരുന്ന ജാഫറിന്റെ കൂടെയുണ്ടായിരുന്ന മുസ്തഫയെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. വാഹനത്തിൽ ഡ്രൈവറുടെ സഹായി ക്ലീനറായിട്ടുള്ള വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ തന്നെ, അതായത് ഡ്രൈവറോട് സംസാരിച്ച ഘട്ടത്തിൽ തന്നെ ഈ മുസ്തഫ ഈ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്നതാകും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കാത്തതെന്നൊരു വിവരം നാട്ടുകാർക്ക് ലഭിച്ചിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ഒരു മേഖലയിലെത്തുന്നു, തിരച്ചിൽ നടത്തുന്നു. മുങ്ങൽ വിദഗ്ധരെത്തി താഴ്ഭാഗത്തുൾപ്പെടെ നീന്തിപ്പോയി മുങ്ങി തിരച്ചിൽ നടത്തുന്നു. പക്ഷെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. നാട്ടുകാർ, ആ ഒരു മേഖല അറിയുന്ന പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, സാധാരണഗതിയിൽ ഈ കോറിയും പരിസരമൊക്കെ തന്നെ ഏറെക്കാലമായി പരിചിതമായിട്ടുള്ള ആളുകൾ അവിടെ ഇറങ്ങി തെരച്ചിൽ നടത്തുന്നു. കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ക്രെയിൻ പോലെയുള്ള അത്യാധുനിക സംവിധാനം ആ ഒരു മേഖലയിലെത്തി ലോറി കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് ഉദ്യോഗസ്ഥരും അധികൃതരും കടക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്തണമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. വിശേഷം നേരത്തെ നാട്ടുകാർ നമ്മളോട് സംസാരിച്ചപ്പോൾ അവരുടെ പരാതി അവർ കൃത്യമായിട്ട് സൂചിപ്പിച്ചതാണ്. നേരത്തെ തന്നെ ഈ മേഖലയിൽ, അതായത് മുബഷീറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം തിരൂർ ചെമ്പിക്കൽ പരിധിയിലാണ് ലോറി ഒരു കോറി കുളത്തിലേക്ക് വീണിരിക്കുന്നത്. ഒരു ജീവൻ ഇപ്പോൾ രക്ഷപ്പെടുത്താനുണ്ട്. അതിനൊരു ക്രെയിൻ ആവശ്യമാണെന്നും അറിയുകയാണ്. ലോറിയിലാണ് ഒരാൾ കുടുങ്ങിയിട്ടുള്ളത്. ഇയാൾ എത്രയും വേഗം പുറത്തെടുക്കണം. ഫയർഫോഴ്സിന്റെ നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഭാരമേറിയ ലോറിയാണ്, അപ്പോൾ ഒരു ക്രെയിനിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എത്രയും വേഗം ക്രെയിൻ കൊണ്ടുവന്ന് ആ ജീവൻ പുറത്തെടുക്കുക എന്നുള്ള ഒരു ദൗത്യം അത് എത്രത്തോളം ശ്രമകരമാണ് എന്നുള്ളതൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഈ അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടു, മറ്റൊരാളാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നു. മുബഷീർ ചേരുന്നു. മുബഷീർ, ആ ക്രെയിൻ എത്രയും വേഗം എത്തുക എന്നുള്ളതാണ് ഇനി ഏക വഴി. അതെ റോഷ്നി, മറ്റു വഴികളൊന്നും തന്നെ ഇല്ല. മനുഷ്യന് സാധ്യമാകുന്ന രീതിയിലുള്ള തെരച്ചിലൊക്കെ തന്നെ നടത്തി, ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഈ കുളത്തിന്റെ ആഴം അത് അത്രത്തോളം വലിയ ആഴം ആ കുളത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാകാം ലോറി കണ്ടെത്താൻ സാധിക്കാത്തത്. അത്ര വലിയ ടൺ ഭാരമുള്ള ലോറിയാണ്. ആ ലോറിയൊക്കെ തന്നെ മുങ്ങിത്താഴ്ന്നു പോയി. അതിൻ്റെ ഒരു അവശിഷ്ടം പോലും കാണാത്ത രീതിയിൽ ലോറി മുങ്ങിത്താഴ്ന്നു പോയി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ താഴ്ഭാഗത്തെ ഈ ചളി പോലെയുള്ള ഭാഗങ്ങൾ ഒരുപക്ഷെ ഉണ്ടെങ്കിൽ താഴ്ന്നിറങ്ങാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാകാം അത് വലിയ പ്രയാസകരമായി മാറുന്നത്. എന്തായാലും ക്രെയിൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് ഇനി നടത്തേണ്ടത്. അല്ലാതെ ലോറി കണ്ടെത്താൻ സാധിക്കില്ല. എങ്കിലും സമാന്തരമായിട്ട് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ വെള്ളത്തിലിറങ്ങി തെരച്ചിൽ നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് വന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മുങ്ങൽ വിദഗ്ധർ അവിടെ വിശ്രമിക്കുന്നതൊക്കെ തന്നെ മണിക്കൂറുകളായിട്ട് അവർ ഈ വ്യക്തിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ലോറിയുടെ അവശിഷ്ടം പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അത് താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ അപകട മേഖലയായിട്ട് കണക്കാക്കിയിരിക്കുന്ന ഒരു പ്രദേശം, നാട്ടുകാർ പരാതി ഉന്നയിക്കുന്ന ഒരു മേഖല, ആ മേഖലയിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടു എന്ന് പറയപ്പെടുന്ന മേഖലയിൽ എന്തുകൊണ്ടൊരു കൈവരി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായില്ല, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറായിരുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ നിന്നും ഉയരുന്നത്. പലചരക്ക് വാഹനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ലോറി. ഒരു നിമിഷം ഒരു പ്രതികരണത്തിലേക്ക് പോകാം നമുക്ക്. ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റ് KT ആസാദ് ചേരുന്നു. ശ്രീ KT ആസാദ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇത് സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു മേഖലയാണോ? ഇത് സ്ഥിരമായിട്ട് അപകടം, ഇടയ്ക്കൊക്കെ ഇവിടെ അപകടം നടക്കലുണ്ട്. പക്ഷേ PWനെ ഈ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ട് ഒരു ഉചിതമായ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ വിവരം ഇവിടെ അറിഞ്ഞ ഉടൻ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അതിന് ഈ സ്ഥലത്ത് അപകട മേഖലകളിൽ നെയിൻ ബോർഡൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാടൊക്കെ എമർജൻസി ആയിട്ട് പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യനെ പുറത്തെത്തിക്കാൻ അതിവേഗം ചെയ്യാൻ കഴിയുന്നത് എന്താണ് അവിടെ? ഇവിടെ ക്രെയിന്, KNRCന്റെ ക്രെയിന്, വലിയ ക്രെയിനാണ്. ഏകദേശം ഒരു 65-70 അടിയോളം താഴ്ചയുണ്ട് ഈ കോറി. കരിങ്കൽ കോറിയാണ്. അപ്പോൾ ക്രെയിന് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ ക്രെയിൻ എത്തും. ചെറിയ ചെറിയ ക്രെയിനുകൾ ഈ വണ്ടി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ KNRCയുമായിട്ട് കലക്ടറും അതുപോലെ സ്ഥലം MLA കുർക്കോളി മുജീൻ സാഹിബൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉടനെ തന്നെ KNRCന്റെ ക്രെയിന് ഈ സ്ഥലത്തെത്തും. ഒട്ടും വൈകാതെ തന്നെ ക്രെയിൻ എത്തിയാൽ അത് മാത്രമാണ് ഒരു വഴി ഇനി, അല്ലേ? അതെ, വഴി. ഇന്ന് ഇവിടെ ഈ വൈരങ്കോട് തെയ്യാട്ടാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് റോഡിലൊക്കെ ഈ കാളകളും മറ്റുള്ള ഇതൊക്കെയാണ്. അപ്പോൾ ഗതാഗതം കുറച്ച് പ്രശ്നത്തിലാണ്. എന്നാലും പോലീസും ഇവരൊക്കെ ഗതാഗത വഴി ഒരുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരാളെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരാൾ വെള്ളത്തിനടിയിലാണ്. ഈ വണ്ടിയും അതിൻ്റെ ഉള്ളിലാണ് ഒരാൾ ഉള്ളത്.
ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട് ഒരു ആൾമറയൊന്നുമില്ല. അപ്പോൾ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഇതിനു മുൻപും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ പ്രദേശവാസികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നതാണല്ലോ അല്ലെ? ഒരു ആൾമറ പോലും ഇല്ലാതായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ മുമ്പ് ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഭരണസമിതി പുതുതായിട്ട് നിലവിൽ വന്ന ആദവനാട് പഞ്ചായത്ത് ഭരണസമിതി ഇനി ഒരു അപകടം ഇവിടെ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യും. ഇപ്പൊ നേരത്തെ ഉണ്ടായ അപകടങ്ങളിലൊക്കെ ആളുകൾക്ക് ആളപായം സംഭവിച്ചിട്ടുള്ളതാണോ? മുമ്പത്തെ അതേ പൂർണ്ണമായിട്ട് എനിക്കറിയില്ല. മുമ്പും ഇതുപോലെ ഒരു അപകടം ഇതിന്റെ അപ്പുറത്തുള്ള കോറിയിലാണ്. ഇത് ഒരു ഉൾപ്രദേശത്തേക്കാണ്. ഈ വണ്ടിയുടെ ബ്രേക്ക് പോയപ്പോൾ ഡ്രൈവർ നേരെ താഴോട്ട് കൊടുന്നതാണ്. പക്ഷേ ഇത് താഴോട്ട് വരാതെ രീതിയിൽ വന്നപ്പോൾ വലിയ ഒരു കുണ്ടിലേക്കാണ് വണ്ടി പോവുക. അപ്പോൾ പെട്ടെന്ന് ഒരു പുല്ല് ഉണ്ട് ആ പ്രദേശത്തേക്ക് വണ്ടി തിരിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കോറി. അത് ഈ ഡ്രൈവർ കണ്ടില്ല. അങ്ങനെയാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് വണ്ടി പോയിട്ടുള്ളത്. ശരി, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ? അവിടെ ഉണ്ട്, ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ശരി, ഈ നിമിഷം നമ്മളോട് പ്രതികരിച്ചതിന് നന്ദി. ശ്രീ KT ആസാദാണ് സംസാരിച്ചത്. ആദവനാട് പഞ്ചായത്ത് പ്രസിഡന്റാണ്.